ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. വെൽക്കം ടു മൈ ചാനൽ അശ്വതി സ്ട്രീം വിത്ത് നിധി. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഒരു അടിപൊളി കുക്കിംഗ് വ്ളോഗുമായിട്ടാണ്. ഒരു ചിക്കൻ റെസിപ്പിയാണ്. നമ്മുടെയൊക്കെ എല്ലാവർക്കും വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ചിക്കൻ ഡിഷാണ്. നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇന്ന് ചെയ്ത് കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്കും ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ചാനൽ നിങ്ങൾ കണ്ടിട്ട് ഈ വീഡിയോ കണ്ടിട്ട് അതിൻ്റെ കമൻറ്റ് പറയണം കേട്ടോ. അപ്പോൾ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 കിലോയോളം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. നന്നായി കഴുകിയെടുത്ത മീഡിയം സൈസ് വലിപ്പത്തിലുള്ള ചിക്കനാണ് ഞാനിവിടെ ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ ആദ്യമായിട്ട് 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് 1 ടീസ്പൂണോളം ഗരം മസാല, 1/2 ടീസ്പൂണോളം ഉപ്പ്, പിന്നീട് 2 ടേബിൾ സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടേബിൾ സ്പൂണോളം മുളക് പൊടി, 1 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടി, പിന്നീട് 1 ടേബിൾ സ്പൂണോളം നാരങ്ങാനീര്, 2 ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ ഇല്ലെങ്കിൽ മൈദ എടുത്താലും മതിയാവും. ഇത്ര ഇട്ടിട്ടുണ്ട്. നമ്മുടെ പൊടികളെല്ലാം ഇട്ടിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ മസാലപ്പൊടിയെല്ലാം നമ്മുടെ ചിക്കനിലോട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിത് 1 മണിക്കൂറോളം നമ്മുടെ റെഫ്രിജറേറ്ററിലോട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കുകയാണ്. 1 മണിക്കൂർ എന്നുള്ളത് വേണമെങ്കിൽ 2 മണിക്കൂർ വെച്ചാലും കുഴപ്പമുണ്ടാകത്തില്ല, ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. ഇത് കോൺഫ്ലോറാണ് ഞാൻ ഇതിലോട്ട് ഇട്ടിരിക്കുന്നത്. കോൺഫ്ലോർ ഇല്ലെങ്കിൽ മൈദപ്പൊടി ഇട്ടാലും മതിയാവും. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറാണ് ഇട്ടിരിക്കുന്നത്. പിന്നീട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് നമ്മൾ 1 മണിക്കൂർ എന്നുള്ളത് 2 മണിക്കൂർ വെക്കേണ്ടത് റെഫ്രിജറേറ്ററിലാണ്, അല്ലാണ്ട് ഫ്രീസറിലല്ല. അപ്പോൾ നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഗായ്സ്, ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ പുറത്തെടുത്തിട്ടുണ്ട്. ഏകദേശം 1.5 മണിക്കൂറോളം ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഫ്രൈ ചെയ്യാനായിട്ട് കടായി അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ നന്നായി തിളച്ച് വന്നതിന് ശേഷം മാത്രം നമുക്കതിലോട്ട് നമ്മുടെ ചിക്കൻ പീസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. എണ്ണ തിളച്ച് വരട്ടെ. അപ്പം നമ്മുടെ എണ്ണ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മുടെ ചിക്കൻ പീസുകൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. ചിക്കൻ പീസ് എണ്ണയിലോട്ട് ഇടുമ്പോഴത്തേക്ക് ഇട്ട ഉടനെ തന്നെ ഇളക്കി കൊടുക്കരുത്. ഇളക്കി കൊടുത്താൽ നമ്മുടെ മസാല എണ്ണയായിട്ട് മിക്സായി പോകുന്നതാണ്. അതുപോലെ തന്നെ ഈ ചിക്കൻ പീസുകൾ തമ്മിൽ അകലം പാലിച്ച് ഇടാനായിട്ടും കൂടെ ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമേ നന്നായിട്ട് വെന്ത് കിട്ടത്തുള്ളൂ. നമ്മുടെ ചിക്കൻ പീസുകൾ ഒരു ട്രിപ്പ് എടുക്കാനുള്ളതൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് ഫ്രൈ ആയി വന്നതിന് ശേഷം മാത്രം അടുത്തത് നമുക്ക് ബാക്കി ഇട്ട് കൊടുക്കാവുന്നതാണ്. ഒരു 3-4 മിനിറ്റത്തേക്ക് ഇതൊന്ന് മറിച്ചിടാതെ നോക്കണം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം ഇതൊന്ന് തിരിച്ചിട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം ഗൈസ്, ഞാൻ എൻ്റെ ചിക്കൻ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. തിരിച്ചിട്ട് കൊടുത്തിട്ട് 5 മിനിറ്റും കൂടെ വേവുമ്പോഴത്തേക്ക് ഏതാണ്ട് പാകമാവും. നമ്മുടെ ഫ്രൈ ഏതാണ്ട് പാകമായിട്ടുണ്ട്. നമുക്കിതൊന്ന് കോരിയെടുക്കാവുന്നതാണ്. ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഓരോ സൈഡും ആദ്യം നമ്മൾ ചിക്കൻ ഇട്ടതിന് ശേഷം ഒരു 4-5 മിനിറ്റ് മാത്രം ഒരു സൈഡ് ഫ്രൈ ചെയ്തിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതിയാവും. ഡീപ്പ് ഫ്രൈ ചെയ്യുന്നത് നമ്മുടെ ചിക്കൻ്റെ ടേസ്റ്റ് പോവും, അതിൻ്റെ ഒരു ക്രിസ്പിനെസ്സൊക്കെ പോകും. അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. ഞാനിതിപ്പോൾ മറിച്ചിട്ട് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. തിരിച്ചിട്ട് ഒരു 3-4 മിനിറ്റൊക്കെ ഫ്രൈ ചെയ്താൽ മാത്രം മതിയാവും. എന്നിട്ട് നമുക്കിത് കോരിയെടുക്കാം. പിന്നെ നമ്മൾ മസാലയൊക്കെ ഇട്ട് കൊണ്ടാട്ടമൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ഒരിക്കൽ കൂടെ നമ്മളൊന്ന് ചൂടാക്കുമല്ലോ, അപ്പോഴത്തേക്ക് തന്നെ നന്നായിട്ടൊരു വേവാവുന്നതാണ്. അപ്പം ഗൈസ്, നമ്മുടെ ചിക്കൻ പീസെല്ലാം ഞാൻ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ചിക്കൻ്റെ അകത്ത് ചേർക്കാനുള്ള ഗ്രേവി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കാസ്റ്റേൻ്റെ കടായിയാണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത ഒരു 4 ടേബിൾ സ്പൂൺ എണ്ണയോളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്.
അപ്പം നമ്മുടെ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഞാനിവിടെ നേരത്തെ ഫ്രൈ ചെയ്ത എണ്ണയാണ് ഒഴിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് ഞാനൊരു 2-3 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഞാനിതിലേക്ക് ഏകദേശം 100 ഗ്രാം അളവിന് ചെറിയ ഉള്ളി സ്ലൈസ് ചെയ്തതാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ചെറിയ ഉള്ളി ഇടുന്നത് വൃത്തിയാക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ മറ്റേ സവാള ഇട്ടാലും മതിയാവും. ഞാനിവിടെ ചെറിയ ഉള്ളി 100 ഗ്രാം അളവിന് ചെറിയ ഉള്ളിയും പിന്നീട് ഒരു വലിയ സവാളയുമാണ് എടുത്തിരിക്കുന്നത്. അതും കൂടെ ഇവിടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ട് ഞാനൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇതിലേക്ക് ഇനി ഞാൻ 1 ടേബിൾ സ്പൂൺ അളവിന് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണേ. ഇതൊക്കെ നന്നായിട്ടൊന്ന് നമ്മുടെ ചെറിയ ഉള്ളിയും സവാളയും പിന്നീട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് വഴറ്റിയെടുക്കാവുന്നതാണേ. ഇതിലേക്ക് ഞാനിനി 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നതാണ്. ഉപ്പ് എടുക്കുമ്പോഴത്തേക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം, ഉപ്പ് കൂടിപ്പോകാതെ ശ്രദ്ധിക്കണം. നമ്മളെപ്പോഴും ഏതൊരു കറിയിലാണെങ്കിലും ഉപ്പ് ചേർക്കുമ്പോൾ ഒരല്പം കുറഞ്ഞിരുന്നാലും കുഴപ്പമില്ല. നമ്മൾ കറിയെല്ലാം വെച്ച് തീർന്നതിന് ശേഷം ഫൈനൽ നമ്മൾ ഒന്ന് ടേസ്റ്റ് നോക്കുമല്ലോ. ടേസ്റ്റ് നോക്കുന്ന സമയത്ത് ഉപ്പിൻ്റെ അളവ് അതിൽ കുറവാണെങ്കിൽ നമുക്കൊരല്പം ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതേസമയം ഉപ്പിൻ്റെ അളവ് തുടക്കത്തിൽ തന്നെ കൂടി നിൽക്കുകയാണെങ്കിൽ നമ്മുടെ കറിയുടെ ടേസ്റ്റ് തന്നെ പാടെ പോകുന്നതാണ്. അതുകൊണ്ട് ഉപ്പ് എടുക്കുമ്പോഴത്തേക്ക് എപ്പോഴും ശ്രദ്ധിക്കണം. ഞാൻ മിക്കപ്പോഴും പറയാറുണ്ട്, എൻ്റെ കുക്കിംഗ് വീഡിയോസിലൊക്കെ പറയാറുണ്ട്, ഉപ്പ് എടുക്കുമ്പോഴത്തേക്ക് എപ്പോഴും നമ്മൾ ഏത് സമയത്താണെങ്കിലും ഉപ്പിൻ്റെ ടേസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് വേണം ഉപ്പൊന്ന് ആഡ് ചെയ്യാനായിട്ട് എന്ന് പറയാറുണ്ട്. അപ്പോൾ നമ്മുടെ ഇതൊന്ന് സവാളയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മുടെ പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പൊടി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ സ്റ്റൗവ് ലോ ഫ്ലെയിമിൽ വയ്ക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ആദ്യമായിട്ട് ഞാനിതിലേക്ക് 1/4 ടീസ്പൂൺ അളവിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നതാണ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിന് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുകയാണ്. കാശ്മീരി ചില്ലി പൗഡർ ചേർത്തിട്ട് 1 ടേബിൾ സ്പൂൺ അളവിന് നമ്മുടെ വറ്റൽമുളക് ചതച്ചത് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ചേർക്കാനുള്ളത് ടൊമാറ്റോ കെച്ചപ്പാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിതിലേക്ക് ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. കാരണം നമ്മളിതിൽ ടൊമാറ്റോ ഒന്നും ചേർക്കാത്തതുകൊണ്ട് ടൊമാറ്റോ കെച്ചപ്പ് ചേർക്കുകയാണ്. ഒരു 3-4 ടേബിൾ സ്പൂൺ മാത്രം ചേർത്താൽ മതിയാകും. ഈ ടൊമാറ്റോ കെച്ചപ്പ് ചേർക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഡിഷിന് ഒരു ചെറിയൊരു മധുരം പോലൊരു ടേസ്റ്റും ഉണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം, നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ടൊമാറ്റോ കെച്ചപ്പും ചേർത്ത് നന്നായി ഇളക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരല്പം 2 അല്ലി കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. കറിവേപ്പിലയൊക്കെ ഓരോരുത്തരുടെയും ടേസ്റ്റ് അനുസരിച്ചും, ചിലർക്ക് കറിവേപ്പിലയൊക്കെ ഫ്ലേവർ ഒത്തിരി ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അളവൊന്നും വെക്കേണ്ട, ഇച്ചിരി അധികം ചേർത്തൊന്നും പറഞ്ഞൊന്നും കുഴപ്പമൊന്നുമില്ല. അതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ടേസ്റ്റ് അനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഞാൻ ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുവാണേ. എന്നിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ്. ഇളക്കി യോജിപ്പിച്ചിട്ട് ഇതൊന്ന് തിളയ്ക്കാനായിട്ട് അനുവദിക്കാം. ഇപ്പം നമ്മൾ വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒന്ന് തിളയ്ക്കാനായിട്ട് നോക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം മാത്രം നമുക്ക് നമ്മുടെ ചിക്കൻ പീസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസില്ലേ, അതൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരട്ടെ. അപ്പം നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തീയൊന്ന് കുറച്ചതിന് ശേഷം നമ്മുടെ ചിക്കൻ പീസൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ പീസ് നമ്മളൊന്ന് ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. 2 മിനിറ്റ് ജസ്റ്റ് ഒന്ന് വേവാനായിട്ട് നമ്മൾക്കൊന്ന് അനുവദിക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇരുന്നോട്ടെ, തുറന്ന് വെച്ച് വേവിച്ചാൽ മാത്രം മതിയാവും. അപ്പം നന്നായിട്ട് നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം നല്ലൊരു കൺസിസ്റ്റൻസി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷ് തന്നെയാണ്. അപ്പോൾ നമുക്ക്
സ്റ്റൗ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതൊന്ന് സെർവിങ് ബൗളിലോട്ട് മാറ്റിയെടുക്കാവുന്നതാണ്. ചോറിനൊപ്പവും ചപ്പാത്തിക്കൊപ്പവും ഒക്കെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഉള്ള ഏത് അപ്പം ആയാലും നമ്മുടെ വിശപ്പായാലും ഏതൊരു ഐറ്റത്തിനോടെ ഒരു സെർവ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ഡിഷ് തന്നെയാണിത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷ് തന്നെയാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് എല്ലാവർക്കും റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ നമ്മുടെ വീട്ടിൽ ഇതിങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം വെറുതെ ഇരിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഫ്രീ ടൈം കിട്ടുവാണെങ്കിൽ നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതും പറയണം. അപ്പം നമ്മുടെ ടേസ്റ്റി സ്പൈസിയുമായിട്ടുള്ള ചിക്കൻ കൊണ്ടാട്ടം ഞാനൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡിഷ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ പറയണം. അപ്പോൾ എല്ലാവർക്കും ഇത് നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് അടുത്ത ദിവസം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരും. അതുവരേക്കും എല്ലാവർക്കും ഹാവ് എ ഗുഡ് ഡേ ടു ആൾ. ഗുഡ് ബൈ.